കുറച്ചാളായി വണ്ടിയുടെ എഞ്ചിനിൽ നിന്നൊരു സൗണ്ട് ആണെന്ന് തുടങ്ങിയിട്ട് എന്താണെന്നറിയാൻ പാടില്ല. അപ്പോൾ ഇന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. വീടിൻ്റെ അടുത്താണെങ്കിൽ അങ്ങനെ വലിയ നല്ല വർക്ക്ഷോപ്പുകളൊന്നുമില്ല. ഇപ്പം ഞാൻ കുറച്ച് ലോങ്ങിലെടുത്താണ് കൊണ്ട് കൊടുക്കുന്നത്. ഇവിടെയാണ് മിക്കപ്പോഴും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാറ്. അവിടെ വണ്ടി കൊടുത്ത് അവിടെ നിന്ന് വേഗം ഒന്ന് ഇറങ്ങി. അപ്പോഴേക്കും നല്ലൊരു മഴ പെയ്ത് അവിടെ പെട്ടു. പിന്നെ വീട്ടിൽ നിന്ന് മീൻ മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മീൻ കടയിൽ ചെന്ന് മീനൊക്കെ നോക്കി അവിടെ നിന്ന് മേടിച്ചങ്ങോട്ട് ഇറങ്ങി. മീൻ വീട്ടിലെത്തിയപ്പോഴേക്കും വീണ്ടും മണം കേട്ട് വേറെ അപ്പോഴേക്കും ഒരാൾ വന്നു. അങ്ങനെ വിളിക്കുന്ന സമയത്ത് കസിൻ വിളിച്ചിട്ട് പറഞ്ഞു ആളുടെ വണ്ടിയുടെ ടയർ പൊട്ടിയിരിക്കുകയാണ്, അപ്പോൾ ആ വണ്ടി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഇന്ന് ഞായറാഴ്ച കാരണമുണ്ട് പഞ്ചറകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആൾ പിക്ക് ചെയ്യാൻ നിൽക്കണം, എന്നിട്ട് കണ്ടുപിടിക്കണം കടകളൊക്കെ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ പഞ്ചറട കണ്ടുപിടിച്ചു. ഇനി ടയർ എടുക്കൊണ്ടുവന്ന് ടയർ മാറ്റണം. ടയറിന് ട്യൂബാണ് മാറ്റാൻ പോകണം. എന്ന് പറഞ്ഞാൽ അത് ട്യൂബ്ലെസ് അല്ലാത്തതുകൊണ്ട് ടയറിന് ട്യൂബ് മാറ്റണം. അപ്പോൾ ഈ ടയറാണ് ഇപ്പോൾ ഇടാൻ പോകണം. ആ പരിപാടി കഴിഞ്ഞ് തിരിച്ച സമയത്ത് ഒരു ചായയും ഒരു ചിക്കൻ പപ്സും കഴിച്ച് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. ഞാൻ വീട്ടിൽ വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കുറച്ച് കോമിക്കും പിന്നെ ആനിമയൊക്കെ കണ്ടവിട്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വണ്ടി കിട്ടി. വണ്ടി കൊടുക്കുന്ന സമയത്തുള്ള സൗണ്ടാണ് ഇത്. അത് കഴിഞ്ഞ് വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ സൗണ്ട് ഇത്. വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇനി നാളെ രാവിലെ വെളുപ്പിന് ടിക്കറ്റ് എടുക്കാൻ പോകണം ആലുവയിൽ. രാവിലെ തന്നെ വന്നില്ലെങ്കിൽ നല്ല ക്യൂ ആയിരിക്കും, അതാണ് ടിക്കറ്റൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ വന്ന് തന്നെ ആൾക്കാർ അടയാളം വയ്ക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇറങ്ങിയപ്പോഴേക്കും അവിടെയുള്ള തിരക്കാണിത്.